ഇത് കംപ്ലീറ്റ് അവര് ഒരു ശകരമില്ലാണ്ട് തിന്നു കഴിയും ഇപ്പൊ തന്നെ. പുറത്ത് പാല് കൊടുക്കാനത് ഇങ്ങനെ ഒരു ബ്രൗഷർ അടിച്ച് അല്ലേ? അതെ അതെ. അപ്പൊ എല്ലാവർക്കും ഒരു പരസ്യമായി. ഒരു പശുഫാം എങ്ങനെ ലാഭകരമാക്കാം, അതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്ന് കാണിക്കുന്ന ഒരു അടിപൊളി പശുഫാമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മായന്നൂരുള്ള മായന്നൂർ മിൽക്ക് ഫാമിലാണ്. തുടക്കം 3 പശുവിൽ തുടങ്ങി ഇപ്പൊ 30 പശുക്കളുണ്ട്. ഇവിടെ ദിവസം 300 ലിറ്റർ അധികം പാലുൽപാദനമുണ്ട്. ഈ പശുഫാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പാൽ വിൽപ്പന തന്നെയാണ്. അത് മാത്രമല്ല, ഈ ഒരു കൊടും ചൂടത്ത് പശുക്കൾക്ക് ഫാൻ ഇല്ലാതെ നിൽക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ തീറ്റക്രമം നമ്മുടെ ക്ഷീര കർഷകർ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ നമ്മളിത് കാണാൻ പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായി ലാഭകരമായി മുന്നോട്ട് പോകുന്ന ഒരു പശുഫാമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേര് പറയാവോ? സുഭാഷ്. സ്ഥലം പറയാവോ? സ്ഥലം മായന്നൂര്. ഒറ്റപ്പാലം അല്ലേ? ഒറ്റപ്പാലത്തിന്റെ അടുത്താണ്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ള ഒറ്റപ്പാലം. തൃശ്ശൂരാണ് പാലക്കാടാണ്? ഇത് തൃശ്ശൂർ ജില്ലയാണ്. മായന്നൂര് പറയുന്ന സ്ഥലം. ഇത് കടന്ന 1 കിലോമീറ്റർ കടന്ന ഒറ്റപ്പാലാണ്, പാലക്കാട് ജില്ലയാണ്. അപ്പൊ ഞാനിവിടെ നോക്കി ഈ റൂഫില് പ്രത്യേക ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതെന്ത് ഇങ്ങനെ ചെയ്തേക്കണേ? ഇത് നമ്മുടെ ഏട്ടൻ മറ്റേ ആള് ഗൾഫിലാണ്. ആളുടെ വീട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നല്ലോണം ചൂട് കുറവുണ്ടായിരുന്നു. അപ്പൊ മൂപ്പരുടെ ഒരു ഐഡിയ ആണ് ഈ സാധനം ചെയ്ത് ചൂട് കുറയ്ക്കാനാണ്. ചൂട് തീരെ കയറിയാലോ. അപ്പൊ ഇതാണ് ഷീറ്റ് ഇട്ടേക്കണത്. ഓക്കെ, ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം ഞങ്ങൾക്ക്. ഇതിന് ഇപ്പൊ തന്നെ നമുക്ക് നിക്കുമ്പോ അറിയാലോ, നല്ല പുറത്ത് നല്ല ചൂടുള്ള. ഇപ്പൊ നിക്കുമ്പോ നമുക്കറിയാം ഒട്ടും ചൂടില്ല. ഞങ്ങൾ ഒരുപാട് സമയമായി ഒരു ചൂട് പോലും ഇല്ല. ഇവിടെ ഒരു ഫാൻ പോലും ഇട്ടിട്ടില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് നിക്കുമ്പോ നോർമലായിട്ട് നിൽക്കാം. നമ്മളൊരു ഷീറ്റ് മേഞ്ഞ ഷെഡിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വേർക്കും ചെയ്യും. നമുക്ക് നിൽക്കുമ്പോ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യും. ശരിയാ, നമ്മൾ വേർത്ത് ആകുന്നതാവും. ഓക്കെ, പശുക്കൾക്കും ഇറിറ്റേഷൻ ആയിരിക്കും. പിന്നെ അവരുടെ പാലുൽപാദനത്തിൽ വേരിയേഷൻ വരും. ഇപ്പൊ ചൂടുള്ള സമയത്തല്ലേ. അപ്പൊ ഈ ഒരു ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പശുക്കൾക്ക് നല്ലൊരു ഗുണമായിരിക്കും അല്ലേ? ഈ കാണുന്ന ഇങ്ങനെ ചെയ്തതിന് എത്ര ചെലവ് വന്നു? മൊത്തത്തില് ഏകദേശം ഒരു 20 ലക്ഷം രൂപയോളം നമുക്ക് തൊഴുത്തിന് ചെലവ് വന്നു. സ്ക്വയർ ഫീറ്റിന് അപ്പൊ എത്ര വരും? ഇത് ഏകദേശം 6000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. സ്റ്റാർട്ടിങ് ഇങ്ങനെയായിരുന്നു ഈ ഒരു ഫാം സെറ്റപ്പ്? നമ്മൾ അതേപോലെ കിടക്കുന്ന ഒരു ഭൂമി തന്നെയാണ് ഇത്. ഇതേപോലെ തെങ്ങ് നിന്നിരുന്ന സ്ഥലമാണ്. നമ്മളതിനെ കെട്ടി മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കോറി വേസ്റ്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടതിന് ശേഷം അതിനാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത്. ഞാൻ വിചാരിച്ചു എന്താണ് ഇത്ര 20 ലക്ഷം രൂപ ഇതിന് ചെലവായെന്ന് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു. പിന്നെ സാധാരണ സ്ക്വയർ ഫീറ്റ് നമുക്ക് മേയുമ്പോ തന്നെ 130 ഒക്കെ വരുന്നുണ്ടല്ലോ. ഇത് ഏകദേശം 6000 സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത്. പിന്നെ അതിലേക്ക് ഒരുപാട് മൊത്തം എല്ലാം പാടെയാണ് നമ്മൾ പറഞ്ഞത്. ഏകദേശം തൊഴുത്തിന് മാത്രമായിട്ട് ഏകദേശം 20 ലക്ഷം രൂപയോളം നമുക്ക് ചെലവായിട്ടുണ്ട്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുമ്പാണ്. ഇരുമ്പിന് നല്ല റേറ്റ് ആണ് അല്ലേ? അല്ല, ഇത് ചെയ്യുന്ന സമയത്ത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു, വില ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഇവിടെ നിന്നുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ചെയ്യിച്ചതാണ്. നമ്മുടെ അടുത്ത് കൊണ്ടാഴി വരണ അവിടെയുള്ള വെൽഡിങ്ങാരാണ് വന്ന് ചെയ്തത്. അപ്പൊ ഈ ഫാമിന്റെ സിസ്റ്റം എന്ന് വെച്ചാല് അത്യാവശ്യം കാറ്റും വെളിച്ചവും കയറാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പശുക്കൾക്ക് യാതൊരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ സ്മെല്ല് കാര്യങ്ങളൊന്നും, പ്രത്യേകിച്ച് ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു ഷീറ്റ് ഇട്ടുകൊണ്ട് തന്നെ. നമ്മള് ഷീറ്റ് ഇടുമ്പോഴും ഇങ്ങനെ വിചാരിച്ചു ചൂട് ഇതിട്ടേക്കൊണ്ട് ചൂട് കുറയോന്നുള്ളത്. ആദ്യം ഉദ്ദേശിച്ചത് ഹൈബ്രിഡ് പശുക്കളാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ വളർന്നത്. അതെ അതെ. അപ്പൊ ഈ കാണുന്ന പശുക്കളെല്ലാം ഇൻഷുർ ചെയ്തിട്ടുണ്ടല്ലോ? ഓക്കെ, ഇത് പ്രൈവറ്റ് ആണോ അതോ ഗവൺമെന്റ് ആണോ? ഗവൺമെന്റിന്റെ സ്കീമിൽ നമ്മളൊരു 20 എണ്ണം, പ്രൈവറ്റിന് നമുക്ക് 10 എണ്ണത്താണ് നമ്മൾ ചെയ്തിറക്കുന്നത്. ഓക്കെ, ഇതിന്റെ പ്രീമിയം എങ്ങനെയാണ് പ്രൈവറ്റിന്റെ? നമുക്ക് ഏകദേശം 2700 രൂപയോളം വരും. നമുക്ക് അതിന് ഏകദേശം 60,000 രൂപയാണ് ഒരു പശുവിന് കവറേജ് ആയിട്ട് കിട്ടുള്ളൂ. മറ്റേത് ഗവൺമെന്റിന്റെ ആകുമ്പോൾ നമുക്ക് 1400 സംതിങ് വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് 65,000 രൂപയോളം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രൈവറ്റും അതുപോലെ തന്നെ ഗവൺമെന്റ് ഇൻഷുറൻസ് ഒരുമിച്ച് ചെയ്തേക്കണം? അല്ല, നമ്മളത് പ്രൈവറ്റ് അല്ല, ഗവൺമെന്റിന്റെ സ്കീം തന്നെയാണ് കിട്ടുമെന്ന് നോക്കിയത്. അത് കിട്ടാത്ത കാരണം കൊണ്ട് നമ്മൾ അപ്പൊ വന്നപ്പോ പെട്ടെന്ന് പ്രൈവറ്റ് ചെയ്തു മാത്രം. പ്രൈവറ്റ് ആണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നമുക്ക് ചെയ്തു തരും. അങ്ങനെയല്ല, നമ്മൾ ആ സ്കീമിൽ പിന്നെ ഉണ്ടായില്ലല്ലോ, പെട്ടെന്ന് അത് കഴിഞ്ഞു, നിർത്തിവെച്ചു സ്കീമില്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് ചെയ്തത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പശുക്കളെ ഇൻഷുർ ചെയ്യാൻ കാരണം? പശുക്കള് ചത്തുപോവുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വില കൂടിയ പശുക്കൾ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പശുക്കള് കിട്ടാതെ വരുന്നത്. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പശുക്കള് നമുക്ക് പെട്ടെന്ന് അതിന് തൈലേറിയ പോലുള്ള അസുഖങ്ങൾ വന്നിട്ടാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തീറ്റ എടുക്കുന്നില്ല. 3-4 ദിവസം കഴിയുമ്പോഴേക്കും പശു ക്ഷീണിച്ച് പോവാണ്.
നമ്മള് വില കൂടി ഒരു 3 പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പൈസ ഒരു മുൻകരുതൽ അല്ലേ? അപ്പൊ ഈ ഫാമിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? എത്ര പശുവിൽ നിന്നാണ് തുടങ്ങിയത്? പശു ഫാം നമ്മൾ തുടങ്ങിയത് സ്റ്റാർട്ടിങ് 4 പശു ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ കുറച്ച് ആ പശു വന്ന് സെറ്റായി, പിന്നെ അടുത്ത് കുറച്ച് കൂട്ടി, പിന്നെ അങ്ങനെ ഒരു 5-8 ട്രിപ്പായിട്ടാണ് നമ്മൾ പശുക്കളെ കൂട്ടിയത്. അപ്പൊ എത്ര വർഷമായിട്ടാണ് ഈ പശു വളർത്തൽ തുടങ്ങിയത്? ഇവിടെ തുടങ്ങിയിട്ട് നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെയാണ് ആദ്യം തുടങ്ങിയത്? അല്ല, നമ്മളെ വീട്ടിലുണ്ടായിരുന്നു ആദ്യം. ചേട്ടന്റെ വീട്ടിലുണ്ടായിരുന്നു? അല്ല, നമ്മളെ മറ്റേ തറവാടായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതിന്റെ ആള് പറയണത് ഗൾഫിലാണ്, കുട്ടിച്ചന്റെ മകനാണ്. ആളാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണത്. അപ്പൊ നിങ്ങൾ പാർട്ണർഷിപ്പിലാണ് ചെയ്യണേ? അല്ല, ഞങ്ങളെ ഏട്ടനും മറ്റേതിന്റെ ഏട്ടനാണ് ഇപ്പൊ പോയത്. ഞങ്ങള് വലിയച്ഛനും ചെറിയച്ഛനും മക്കളാണ്. അല്ല, ഈ മൂത്ത ആളാ ഗൾഫിലുള്ള ആളാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഫുള്ള് കാര്യങ്ങളൊക്കെ ചെയ്യണ ആള്. അപ്പൊ ഇവിടെ മൊത്തം ക്രോസ് ബ്രീഡ് പശുക്കളാണ് തെരഞ്ഞെടുത്തത്. ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ടിങ് ഇങ്ങനെയായിരുന്നു? അല്ല, നമ്മള് ആദ്യം ഒരു 4 ഐറ്റം എടുത്ത് 4 രീതിക്കുള്ള പശുക്കളുണ്ടായിരുന്നു. എങ്ങനത്തെ പശുക്കളായിരുന്നു? അത് HF ഉണ്ടായിരുന്നു ഒരെണ്ണം സിന്ധി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗിയർ പക്ഷെ അത് നല്ല പശുവായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ അത് വന്നതിന് ശേഷം ഭയങ്കര അതാണ് ചവിട്ടായിരുന്നല്ലേ? ഫസ്റ്റ് ടൈം ആവുമ്പോ നമുക്ക് എന്താണെന്ന് ഒരു ഇതായിരിക്കും. എന്നിട്ട് അപ്പൊ അത് കുറെ ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഞങ്ങൾ അതിനെ കൊടുത്തു, ആ പശുവിനെ കൊടുത്തു. ബാക്കിയുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് ഇടയിൽ വെച്ച് ഇങ്ങനെ പശുക്കൾ ആ 4 സെറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ അടുത്തേനെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ 3 ഡിഫറെന്റ് ഇനത്തിലുള്ള പശുക്കളെ തെരഞ്ഞെടുത്തത്? ഞങ്ങള് അവിടെ പോയി നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും നല്ല പശുക്കളെ നോക്കിയിട്ട് നമ്മൾ അങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. നമുക്ക് ഇഷ്ടപ്പെട്ട പശുക്കളെ. പിന്നെ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ HF കുറയ്ക്കാൻ കാരണം, HF പാല് കൂടുതലുണ്ടെങ്കിലും നമ്മള് ലോക്കൽ സെയിലാണ് നമുക്ക് കൂടുതൽ. അപ്പൊ പാലിന്റെ കൊഴുപ്പ് എല്ലാവരും ശ്രദ്ധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ നാടൻ പോലുള്ള കൂടുതൽ പശുക്കളെ നമ്മൾ എടുത്തത്. ഓക്കെ. അപ്പൊ നമ്മള് എത്ര ലിറ്റർ പാലുൽപാദനമുള്ള പശുക്കൾ ആ സമയത്ത് തെരഞ്ഞെടുത്തത് ശരിക്കും? നമുക്ക് 12 ലിറ്ററിലുണ്ടായിരുന്നു, 10 ലിറ്ററിലുണ്ടായിരുന്നു. അങ്ങനെ 2 നേരം കൂടി നമുക്ക് ഏകദേശം 16-17 ലിറ്റർ വരെ പാലുള്ള പശുക്കളാണ് കിട്ടിയായിരുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എത്ര രൂപയ്ക്ക് ആ സമയത്ത് നമുക്ക് എടുത്തത്? നമ്മളൊരു അന്ന് ഒരു 13ഉം 8ഉം കിട്ടുന്ന പശുവിനൊക്കെ ഏകദേശം 1 ലക്ഷം രൂപയോളം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഈ നിരയിൽ ഇപ്പൊ എത്ര പശുക്കളുണ്ടെന്നേ? ഈ നിരയിൽ 17 പശു. ഇതിപ്പോ കറക്കണതും പിന്നെ ചെനയും കൂടെ കൂടിയതാണ് ഈ സെക്ഷനില്? ചെനയുള്ളത് ആ പുറത്ത് കിടക്കുന്നത്, അപ്പർ സൈഡില്. അല്ല, ഇതിന്റെ തന്നെ ആ പിന്നിൽ കിടക്കുന്നത്. ഓക്കെ. ഇവിടെ ഇപ്പൊ എത്ര ഉണ്ട് ടോട്ടല്? 33 ഉണ്ടാവും. ഓക്കെ. അതെങ്ങനെ ഇവിടെ റൊട്ടേഷൻ ആണോ? അത് ചെനയും കറവയും എല്ലാം? അല്ല, ചെനയുള്ളതുണ്ട്. ഇതിൽ ഈ ലൈനിൽ തന്നെ ചെനയുള്ള പശുക്കളുണ്ട്. അത് ഏകദേശം നമ്മളൊരു 6 മാസമൊക്കെ ആകുമ്പോഴാണ് മാറ്റിയിട്ട് നിർത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ 4 പശുവിനെ വാങ്ങിച്ചെന്ന് പറഞ്ഞു. അത് എവിടുന്ന് വാങ്ങിച്ചേ? അത് നമ്മൾ ഈരോടിന്ന് പഠിച്ചു. അപ്പൊ സ്കീം ആയിരുന്നോ ശരിക്കും? ഇല്ല, അപ്പൊ സ്കീം കിട്ടിയില്ല. സ്കീം ഈ ഇടയിൽ വെച്ചിട്ട് നമുക്കൊരു 2 പശുവിനാണ് കിട്ടിയത്. ആകെ 2 പശുവിനാണ് നമുക്ക് സ്കീം കിട്ടിയത്. അപ്പൊ ഇത്രയും പശുക്കളെ വാങ്ങിച്ചത് നമ്മള് പുറത്തുനിന്നാണോ, നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണോ, അതോ കേരളത്തിന്റെ ഉള്ളിൽ നിന്നാണോ വാങ്ങിച്ചത്? കേരളത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കുറച്ച് നല്ല പശുക്കളെ കിട്ടിയപ്പോ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 പശുവിനെ നമ്മൾ കേരളത്തിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് വാങ്ങിച്ച പശുക്കൾക്ക് ഏകദേശം എത്ര രൂപ ചെലവായിപ്പോ? കേരളത്തിൽ നിന്ന് പശുക്കൾക്ക് മേടിപ്പിക്കുമ്പോൾ നമുക്ക് വലിയ ഒരുപാട് ഓവർ വിലയല്ല. അത് നമ്മുടെ പാലുൽപാദനം അനുസരിച്ചാണ് വാങ്ങിക്കുന്നവരല്ലേ? നമ്മൾ ഈരോട് പോയി മേടിക്കുമ്പോൾ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 5 ഒക്കെ മേടിക്കും. നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് വേറെ അതിന്റെ കഴിഞ്ഞ് കുറച്ചും കൂടി ദൂരം പോയിട്ട് ഒരു സ്ഥലം ഉണ്ടല്ലോ, എന്താ, കൃഷ്ണഗിരി. അവിടെ പോയിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയുണ്ടായിരുന്നു? അവിടെ പോയിട്ട് നമ്മൾ മേടിച്ച കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്രയും പശുക്കളുടെ ഇടയ്ക്ക് അവിടെ ഒരു വെച്ചൂരുണ്ട്, വലിയ പശു ഉണ്ട്. ഇതെന്താ ഇങ്ങനെ സെലക്ട് ചെയ്തത്? ഏട്ടന് നല്ല ഇഷ്ടപ്പെട്ടപ്പോ അങ്ങനെ മേടിച്ചതാണ്. അത് നാടൻ പശുവിനെ നല്ല മൂപ്പർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ മൂപ്പരത് നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയതാണ്. അതിലും ഉണ്ട് ആ കുട്ടി വെച്ചൂർ പശുവിന്റെ കുട്ടിയാണ്. പാലിന് സെയിലുണ്ട്. വീടുകളിൽ തന്നെയാണ്. അത്യാവശ്യം ആവശ്യക്കാർ ചോദിക്കുന്നവർക്ക് മാത്രമേ അത് കൊടുക്കാറുള്ളൂ. ഇവിടെ ഉണ്ടെന്ന് ആൾക്കാർക്ക് ആൾക്കാർക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും ശരിക്കും? നമ്മള് 120 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഓക്കെ. അങ്ങനെ ആവശ്യക്കാരുള്ളതുകൊണ്ടാണ് ഈ ഒരു പശു നിർത്തിയത്. ഇഷ്ടം കൊണ്ടാണ് മെയിൻ ആയിട്ട്. വലിയ പാലൊന്നും കിട്ടില്ല, ഒരു 2 ലിറ്റർ അത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ. പിന്നെ അപ്പുറ സൈഡ് എരുമേനെ നിർത്തിയിട്ടുണ്ടല്ലോ. എരുമ ഈ പാലിന്റെ കൊഴുപ്പ് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിട്ടാണ്. നമ്മൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന പാലിലാണ് എരുമ പാല് കൂട്ടുക. അപ്പൊ നമുക്ക് എത്രത്തോളം പാൽ ഉൽപാദനം ഉണ്ട് ടോട്ടൽ ഇപ്പൊ ഒരു 300 ലിറ്റർ പാലാണ് നമുക്ക് ഉള്ളത്. അതിന്റെ വിൽപ്പന എങ്ങനെയാ? അതിൽ ഏകദേശം നമ്മള് സൊസൈറ്റിയിലേക്ക് നമുക്കൊരു 100 ലിറ്ററിന്റെ താഴെയാണ് നമ്മൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നത്. ബാക്കി പുറത്താ കൊടുക്കുന്നത്. അപ്പൊ 200 ലിറ്റർ 42 രൂപ വെച്ചായിരിക്കും ചിലപ്പോ. 42 അല്ല, സൊസൈറ്റിയിൽ നമുക്ക് ഏകദേശം ഒരു 46-47 രൂപ റേഞ്ച് നമുക്ക്
കിട്ടുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഏകദേശം ഒരേ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റേത് 42, 43 അങ്ങനെ 45 അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ആവറേജ് നമുക്കൊരു 46, 47 രൂപ കിട്ടുന്നുണ്ട്. അതായത് ഇതുങ്ങളുടെ പാല് നല്ല കൊഴുപ്പുള്ളതുകൊണ്ടായിരിക്കും റീഡിങ് കൂടുതലുണ്ടായിരിക്കും അല്ലേ? റീഡിങ് ഉണ്ട്. റീഡിങ് കുഴപ്പമില്ല. പച്ചപ്പുല്ലൊക്കെ കൊടുക്കുന്നത് കാരണം കൊണ്ട് ചെറിയ ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അപ്പൊ നമ്മൾ വീടുകളിൽ നമ്മൾ എത്രയ്ക്ക് പാല് വിൽക്കുന്നത്? വീടുകളിൽ 68 രൂപയായിട്ടാവും. ഈ ഒരു സൈഡ് ഗ്രാമപ്രദേശം. അപ്പൊ ഇതിന്റെ സെയിൽ എങ്ങനെ കണ്ടുപിടിച്ചത്? അതൊക്കെ ഗൾഫിലുള്ള ഏട്ടനാണ്, മൂപ്പരാണ് ഇതൊക്കെ സെലക്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്യണത്. നമ്മളിങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം കൂട്ടത്തിൽ നമ്മള് സപ്പോർട്ട്. അപ്പൊ ഇത്രയും പശുക്കൾക്ക് തീറ്റ ചെലവ് എന്തോരം വരും? ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ ചെലവ് നമുക്ക് കറന്നെടുക്കുന്നതിന് മാത്രല്ല, നമ്മുടെ ബാക്കിയുള്ള ഈ കുട്ടികൾക്കും എല്ലാവർക്കും ഇവിടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് തീറ്റ ചെലവ് കൂടി വരുന്നത്. ഏകദേശം നമുക്ക് എന്തായാലും നമുക്കൊരു മാസത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 4.5 ലക്ഷം രൂപയുടെ തീറ്റ വരുന്നു. അപ്പൊ തീറ്റ എങ്ങനെയാണ് കൊടുക്കുന്നത്? എന്തൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട്? തീറ്റ നമ്മൾ പച്ചപ്പുല്ലുണ്ട്, സൈലേജ് ഉണ്ട്, പിന്നെ സുപ്രീം KSന്റെ സുപ്രീമാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ചോളകത്തോട് കൊടുക്കുന്നുണ്ട്, ഒരു ചോളക മാവ് പറയും, അതാണ് നമ്മൾ പാല് കൊഴുപ്പ് കൂടാൻ വേണ്ടിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതാണ് സെപ്പറേറ്റ് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും ആണ് കൊടുക്കുന്നത്. ഇത് എങ്ങനെയാ കൊടുക്കുന്നത്? ഇതാണ് അതിന്റെ ചാക്ക്. ഇതാണ് ചോളമാവ് പറയുന്ന സാധനത്തിന്റെ ചാക്ക്. ഇതാണ് ചോളമാവ്. ഇത് എങ്ങനെയാ ചേട്ടാ കൊടുക്കണം? ഒന്നും കൂടെ തീറ്റ ക്രമം പറയാം. തീറ്റ നമുക്ക് കൊടുക്കുന്നത് ഇപ്പൊ കാണാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ബയോഗ്യാസ് വെച്ചിട്ടുണ്ട്. ചേട്ടാ ഇതിപ്പോ ഫാം തുടങ്ങിയപ്പോ വെച്ചതാണോ? അതെ അതെ. ഇതിപ്പം എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്? ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അതായത് ഇവിടുത്തെ പണിക്കാർക്ക് വേണ്ടിയാണ്. ഓക്കെ. ഇതിന്റെ അകത്ത് ചാണകം, മൂത്രം എല്ലാം കൂടെ കൂടിയതാണ്. അങ്ങനെ അതെ, ചാണകം മാത്രമേ ഇടുള്ളൂ. നല്ല ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോ ഗ്യാസ് ഇല്ലാത്ത സമയത്തും നമുക്ക് ഉപകാരപ്രദമാകും അല്ലേ? അതെ അതെ അതെ. ഇതുള്ളത് നല്ലതാണ് ശരിക്കും. നല്ലതാണ്. ചാണകം ബാക്കി വന്നാലും ഇങ്ങോട്ട് ഇടാം അല്ലേ? അതെ, നമുക്ക് ചാണകം മാത്രം തന്നെ ഇടുന്നുള്ളൂ. നമുക്കിവിടെ ചാണകം ഇഷ്ടം പോലെ ഉള്ളത് കാരണം കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ അതിൽ വേസ്റ്റ് പോകുന്നത് അതിലേക്ക് തന്നെയാണ്, കുഴിയിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ ഇതിന്റെ ബാക്കി വരുന്ന സ്ലറിയൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ആ കുഴിയിലേക്ക് തന്നെയാണ്. നമ്മുടെ വേസ്റ്റ് വെള്ളം പോകുന്ന കുഴിയാണ്. ഇതിപ്പോ വെള്ളം നമ്മള് മോട്ടർ വെച്ചിട്ട് നമ്മൾ പുല്ലിലേക്ക് തന്നെ അടിച്ചു വിടും. ഓ, അപ്പുറ സൈഡ് പുല്ലുണ്ട്. ഇതെവിടെയുണ്ട്? ഇപ്പൊ എത്ര ഏക്കർ ഉണ്ടെന്ന്? പുല്ല് ഏകദേശം ഒരു 5 ഏക്കർ പുല്ലുണ്ടാവും. ഇത് ഈ ഭാഗം വെട്ടിയെടുത്താണ്. ഇതിപ്പോ രണ്ടാമത് ആവുന്നുള്ളൂ. ചാണകം ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഭായിമാരാണ് ചെയ്യുന്നത്. അതെ അതെ, ഇതെല്ലാം അവരെന്നെ ചെയ്യാം. നമുക്ക് എത്ര ചാക്ക് വെക്കാൻ പറ്റുന്നുണ്ട്? ഇത് മാസത്തിലല്ലേ വെക്കുന്നേ ശരിക്കും? ഇത് ഇപ്പോഴാണ് ചാണകപ്പൊടി കൊടുക്കാൻ തുടങ്ങിയത്. നമ്മുടെ ഈ തൊടിയിലേക്ക് തന്നെ നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ചാണകപ്പൊടി കംപ്ലീറ്റ് നമ്മൾ ഇത്ര കാലം നമ്മൾ ഈ തെങ്ങിന്റെ ചോട്ടിലേക്ക് കൊടുക്കുക ചെയ്തായിരുന്നു. തെങ്ങ് ഒന്ന് ഉഷാറാവാൻ വേണ്ടിട്ട് ചെയ്തതാണ്. അതിന് പിന്നീട് ഒരു ഐഡിയ തോന്നി ഇങ്ങനെ ചെയ്തതാണോ? അല്ല, നമ്മൾ പിന്നെയാണ് ഇപ്പൊ നമുക്ക് ചാണകം അധികം ആയത് കാരണം കൊണ്ടാണ് നമ്മളിത് പുറത്ത് കൊടുക്കുന്നത്. നമുക്ക് ചാക്കിന് എത്ര കിട്ടും ഇവിടെ? ചാക്ക് നമ്മൾ 200 രൂപയ്ക്ക് കൊടുക്കുന്നത്. ചാണകപ്പൊടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് തന്നെയാണ് നമുക്ക്. എത്ര ചാക്ക് വെക്കാൻ പറ്റുന്നുണ്ട്? ചാക്ക് ഏകദേശം 100-300 ചാക്കോളം ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം ഒരു 100-100 ചില്ലാനും ചാക്ക് സ്റ്റോക്ക് തന്നെ ഉണ്ട്. അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാർ വാങ്ങാനുണ്ടോ? ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, മേടിക്കുന്നുണ്ടല്ലേ? അവിടെ അട്ടിയായിട്ട് വെച്ചിട്ടുണ്ട്. ചാണകം ഉണക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ട്. ചേട്ടാ, ഇത് ചാണകമാണോ? അല്ല, ഇത് സൈലേജ് ആണ്. സൈലേജ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലേ? നമ്മളിതൊരു 10 ദിവസം കൂടുമ്പോ നമുക്ക് ഒരു 60 ബാഗ് വെച്ച് നമ്മൾ ഇറക്കും. അപ്പൊ നമുക്ക് എത്ര ചെലവ് വരുന്നു ശരിക്കും പറഞ്ഞു? ഒരു കിലോക്ക് നമുക്ക് അവിടെ 8 രൂപയാണ് വരുന്നത്. ഇവിടെ എത്തുമ്പോ ഏകദേശം 9 രൂപ 10 രൂപയുടെ അടുത്ത് 9 രൂപയുടെ മുകളിലേക്ക് വരുന്നുണ്ട്. വണ്ടി ചാർജും എല്ലാം കൂടെ യൂണിയൻകാരുടെ പൈസ എല്ലാം കൂടെ കൂടിയതല്ലേ? അപ്പൊ ഈ സൈലേജ് കൊടുക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായപ്പോ? ഒരു വർഷമായോ? സൈലേജ് കൊടുക്കാൻ തുടങ്ങിയിട്ട് നമ്മള് ലാസ്റ്റ് ഈ പുല്ലും വൈക്കോലും കിട്ടാത്ത കുറച്ച് സമയത്താണ് ഇത് കൊടുക്കാൻ തുടങ്ങിയത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പശുക്കൾ നന്നായി തിന്നണതും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പാലുൽപാദനം കൂടുതലുണ്ട്. പാല് കൂടുതൽ കിട്ടും. ചേട്ടാ, അപ്പൊ ഇവിടെ കൂടുതലും കുട്ടികളാണല്ലോ കാണുന്നത്. അപ്പൊ പ്രസവിച്ച പശുക്കളാണോ വാങ്ങുന്നത്? പ്രസവിച്ച പശുക്കളെയാണ് മേടിക്കുന്നത്. നമ്മൾ 2-3 വട്ടം ചെനപ്പശുക്കളെ മേടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ചിലതിന് 3 കാമ്പാണ് ഉണ്ടായിരുന്നത്. ചില കാമ്പ് പോയിട്ടുണ്ടായിരുന്നു. അത് മുന്നത്തെ നമുക്ക് ചെനല് നമുക്കത് അറിയാൻ കഴിയില്ല. നമ്മളൊരു 6 മാസം 7 മാസമൊക്കെയാണ് ചെന സമയത്താണെങ്കിൽ മേടിക്കുന്നത് വെച്ചാൽ അതിന് ഓൾറെഡി പാല് കറക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ കറന്നിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം കാമ്പ് 4 വീച്ച് നോക്കിയിട്ട് മേടിക്കുമ്പോൾ പാല് അറിയാൻ പറ്റും. ഇതെന്താന്ന് വെച്ചാൽ നമ്മള് 10 ദിവസം കഴിഞ്ഞിട്ട് പ്രസവിക്കും, 15 ദിവസം കൊണ്ട് പ്രസവിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അവിടെ നിന്ന് തരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ 4 കാമ്പും കറക്റ്റ് ആയിട്ട് അറിയാൻ കഴിയില്ല. വന്ന് പ്രസവിച്ചതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ. അതാണ്. നീരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇവിടെ കുഴപ്പമുള്ളതല്ല. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറ്റാവുന്ന കേസല്ല. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പശുവിനെ കുറിച്ച് ഏകദേശം നമ്മുടെ ഭായിമാർക്ക് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാം. പെട്ടെന്ന് തന്നെ നമ്മൾ എന്റെ ഒരു ഡോക്ടർമാരെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആദ്യം ഞങ്ങൾ ഡോക്ടർമാരെ സ്ഥിരമായിട്ട് വിളിച്ചായിരുന്നു. നമ്മൾ വിളിക്കേണ്ട ആവശ്യം വരാറില്ല. നമ്മളും പഠിച്ചു അല്ലേ? നമുക്ക് ഏകദേശം ഇന്ന അസുഖങ്ങൾക്ക് ഇന്ന മരുന്നാന്നുള്ളത് ഏകദേശം ഒരു ചെറിയ ഐഡിയ ഒക്കെ ആയി. അപ്പൊ ഫാം തുടങ്ങിയെടുക്ക ചേട്ടന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഈ ഫാമില്?
നമ്മള് ഇതേപോലെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു 3 പശു നല്ല വില കൂടിയ പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു പശുവിന് 1 ലക്ഷത്തിന്റെ മുകളിൽ വില വരുന്ന പശുക്കളായിരുന്നു. അത് നമ്മൾ 3 പശുവിനെ കൊണ്ടുവന്നതിൽ ഒരു പശുവിന് 3 പശുവിനെ വന്ന് നമ്മൾ കൊണ്ടുവന്ന വഴി തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യലും കാര്യങ്ങളും ചെയ്തു. ആ സമയത്ത് അതിന് വലിയ അപ്പോൾ അന്നത്തെ ദിവസം കുഴപ്പം കാണിച്ചില്ല. പിറ്റേ ദിവസത്തേക്കാണ് വീണ്ടും ഞങ്ങൾ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തു. തീറ്റ എടുക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിന് തൈലേറിയാണെന്ന് പറഞ്ഞു. തൈലേറിയുടെ ഇഞ്ചക്ഷൻ ചെയ്തു. പശു തീറ്റ എടുക്കാത്ത കാരണം പശു നന്നായി ക്ഷീണിച്ചു പോവുകയും ആ പശു മറ്റേ പെട്ടെന്ന് ചത്തുപോയി. അങ്ങനെ ഒരു നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇൻഷുർ ചെയ്യാനും പറ്റില്ല, ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാനും പറ്റും. പിന്നെ അതിന്റെ തുണ ഒരു പശു ഉണ്ടായിരുന്നു. മൊത്തം 3 പശു ഓടുന്നു. അതിൽ 2 പശു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രണ്ടാമത്തെ പശുവിനും മരുന്ന് കണ്ടമാനം ചെലവായി, കണ്ടമാനം പൈസയും ചെലവായി. തൈലേറിയുടെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഏകദേശം 2000 രൂപയുടെയൊക്കെ മുകളിൽ വരും. പിന്നെ അതൊക്കെ എങ്ങനെയാണ് കവറിങ് അല്ല മെയിനായിട്ട്, നമുക്ക് മാനസികമായിട്ട് തളർന്നു പോകുള്ളൂ. ഈ പ്രസ്ഥാനത്ത് നമ്മൾ വിട്ടുപോകേണ്ട ഒരു അവസ്ഥ വരുവാണ്. പിന്നെ എങ്ങനെയാണ് പിടിച്ചിരുന്നത്? പിന്നെ നമ്മള് കുറെ ഇതിനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ നമ്മളെന്തായാലും തുടങ്ങിയല്ലോ, പെട്ടെന്ന് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് കുറെ ആ രീതിയിലുള്ള പശുക്കളെ എടുക്കുമ്പോ തന്നെ നമ്മൾ അതിനെ അങ്ങോട്ട് കൊണ്ടുവരില്ലേ, ഇവിടുന്ന് വേറെ തൊഴുത്തിൽ നിർത്തി നമ്മൾ സെറ്റ് ആയതിനു ശേഷമാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതായത് തൈലേറി ഉണ്ടോന്ന് അറിയില്ല, അപ്പൊ മാറ്റി നിർത്തും. എല്ലാ പശുക്കളെയും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞ വഴി അങ്ങോട്ട് കൊണ്ടുവരാറില്ല. ഇതുങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെ. അതുകൊണ്ടാണ് പലരും പറഞ്ഞു ക്ഷീരമേഖലയ്ക്ക് അറിയാൻ നഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടൻ ഈ ഒരു പശു വളർത്തൽ ലാഭമാണ്. പശു വളർത്തല് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സൊസൈറ്റീനെ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 1 ലിറ്റർ പാല് ഇവിടെ ഉത്പാദിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം 50 രൂപയുടെ മുകളിൽ നമുക്ക് ചെലവ് വരും. 52-53 രൂപയോളം ഇവിടെ നമുക്ക് തൊഴുത്തുനിന്ന് നമുക്ക് ഉത്പാദിപ്പിക്കാൻ വേണ്ടി ചെലവ് വരും. നമ്മൾ ഈ പശുവിനെ മാത്രം കറന്നിട്ട് ഈ പശുവിന് മാത്രം തീറ്റ കൊടുത്താൽ പോരാ, ആ ഉത്പാദിപ്പിക്കാത്ത കുട്ടികൾക്കും ചിലയിൽ നിൽക്കുന്ന പശുക്കൾക്കും ഒക്കെ തീറ്റ കൊടുക്കണം. അപ്പൊ നമുക്ക് ഏകദേശം ചെലവാണ് കൂടുതൽ വരിക. പക്ഷെ ഉത്പാദിപ്പിക്കുമ്പോൾ ഏകദേശം നമുക്ക് സൊസൈറ്റിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് 46 രൂപ, 45 രൂപ, 47 രൂപ ആ റേഞ്ചിലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഏകദേശം 1 ലിറ്റർ പാല് നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് 5 രൂപ 6 രൂപ നമുക്ക് നഷ്ടം വരും. അങ്ങനെ വരുമ്പോൾ ഈ സാധനം പ്രസ്ഥാനം കൂട്ടി പോവുള്ളൂ. നമ്മൾ പെട്ടെന്ന് നമ്മളിത് മട്ടിച്ചിട്ട് പോവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ 50 രൂപയെങ്കിലും മിനിമം കൊടുക്കണം കർഷകർക്ക്, എന്നാലാണ് ശരിക്കും 50 രൂപയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർക്കും കുഴപ്പമുണ്ടാവില്ല, നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാണ്ട് പോകുന്നതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ എന്താ ചെയ്യുന്നത്, ലോക്കലിൽ നമ്മൾ 68 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. അത് കാരണം കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇപ്പൊ നിലനിന്ന് പോണത്. 68 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കവർ ചെയ്തിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ചെലവ് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഗവൺമെന്റ് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സൊസൈറ്റിയിൽ പാലടക്കണം, അങ്ങനെയാണോ? ഗവൺമെന്റിന്റെ സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നമുക്ക് ഇവിടെ കറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകും. ഗവൺമെന്റിൽ നിന്ന് അങ്ങനെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നു അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഗവൺമെന്റിൽ നിന്ന് നമുക്ക് സപ്പോർട്ടൊന്നും കിട്ടിയില്ല. നമ്മൾ ഇത്ര പുല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിൽ ആകെ കിട്ടിയ ആ സ്കീമിലുള്ള 2 പശുക്കൾ അത്രേ ഉള്ളൂ അല്ലേ? അത് നമുക്ക് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കൊണ്ടുവരാനും നമുക്ക് ഏകദേശം ഒരു പശുവിന് ഏകദേശം ഒരു 10-70,000 രൂപയോളം നമുക്ക് ചെലവ് വന്നിട്ടുണ്ട്. അതിൽ 32,000-30,000 രൂപയാണ് നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടിയേക്കണത്. അത്രേ ഉള്ളൂ. 2 ആൾക്കാണ് കിട്ടിയേക്കണത്. അത് ഒരു വെല്ലിച്ചിന്റെ മക്കൾക്കാണ് 2 ആൾക്കും കിട്ടിയേക്കുന്നത്. അപ്പൊ ഫാമിന്റെ കാര്യങ്ങൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫാമിന്റെ കാര്യങ്ങൾ 2 ഭായിമാരുള്ള സമയത്താണെങ്കിൽ നമ്മള് ഒരു 4:30-4 മണി ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഏകദേശം 2:30-3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇത്രയും പശുക്കളുള്ളത്. അതിന്റെ തീറ്റയും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് പാല് കൊണ്ട് കൊടുക്കുന്നത്? അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? പാല് കൊണ്ടുപോയി കൊടുക്കലൊന്നും അതൊക്കെ ഞങ്ങൾ ഇവിടെ പുറത്ത് വേറെ ആളുകളുണ്ട്, ഇവിടെ വന്ന് എടുക്കുവോ? എടുത്ത് കൊണ്ടുപോകുന്നവരുണ്ട്, നമ്മളെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 4-5 ആള് സപ്ലൈ ചെയ്യാനായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഉച്ചയ്ക്ക് നമ്മള് 2 മണി ആവും. അപ്പൊ നമ്മൾ സാധാരണ മാർക്കറ്റിംഗ് തന്ത്രം എന്നൊക്കെ പറയാറില്ലേ? ഇപ്പൊ ഇവിടെ മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കുപ്പിയിലാണ് കണ്ടോ, ഇവിടെ ഒരു എന്താ പറയാ, ഓരോ തുള്ളിയിലും ഗ്രാമത്തിന്റെ ശുദ്ധി, ഫുഡ് സേഫ്റ്റിയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഫാമിന്റെ പേരും എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കുപ്പിയിൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് എല്ലാവർക്കും ഒരു ഇഷ്ടമാണ്. അപ്പൊ ഈ കാണുന്ന ഐഡിയ എങ്ങനെ കിട്ടിയേക്കണേ? ഇതൊക്കെ മറ്റേ കുട്ടിച്ചന്റെ മകൻ മുപ്പാണ് അതിന്റെ ആള്. അതെ. ഇതിപ്പോ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ കൊണ്ടുവച്ചാലും ആൾക്കാർ പോയി എടുക്കും.
അല്ലേ? ഇത് നമ്മള് സൂപ്പർ മാർക്കറ്റിൽ സപ്ലൈ തുടങ്ങിയിട്ടില്ല. എന്നാലും ഒരു 600 ലിറ്റർ പാലായതിനു ശേഷമാണ് പുറത്ത് നമ്മള് വേറെ കൊടുക്കാൻ ചെയ്യുള്ളൂ. ഇത് എത്ര പാക്കറ്റ് ആക്കിയിട്ട് കൊടുക്കണം. ഇത് 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ്. 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ്. ഇത് 1/2 ലിറ്റർ മാത്രമുള്ള 1/2 ലിറ്റർ 1 ലിറ്ററിന്റെ ബോട്ടിലാണ്. ബോട്ടിലുണ്ട്. ഇപ്പൊ വീട്ടിൽ നിന്ന് കഴുകിക്കൊണ്ട് വരും. അപ്പൊ ഫസ്റ്റ് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ പുറത്ത് പാല് കൊടുക്കാനത് ഇങ്ങനെ ഒരു ബ്രൗഷർ അടിച്ച് അല്ലേ? അതെ അതെ. അപ്പൊ എല്ലാവർക്കും ഒരു പരസ്യമായി ഇങ്ങനെ ഒരു ഫാം ഇവിടെ ഉണ്ട്, പാൽ വിൽപ്പന ഉണ്ടെന്ന് അറിഞ്ഞു അല്ലെ? അങ്ങനെ വന്നാണ്. ഇതിപ്പോ എത്ര നാളെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ബ്രൗഷർ അടിച്ചിട്ട്? ഇതൊരു 6-7 മാസത്തിൽ കൂടുതലായി നമ്മൾ ഇങ്ങനെ ചെയ്തു. ഓക്കെ. ഇത് കണ്ടപ്പോ ആൾക്കാർ വിളിച്ചോ എനിക്ക് പാല്? ഓ, അത് നല്ല ഐഡിയ കേട്ടോ. പിന്നെ അത് നമ്മൾ ഇതുപോലെ ഈ കുപ്പിയിലാക്കി നമ്മൾ കൊടുത്തു അല്ലെ? അതെ അതെ. ചില്ലിന്റെ ബോട്ടിലുണ്ട്, ഇങ്ങനത്തെ ബോട്ടിലുണ്ട്. ഒരു പരസ്യമായി നമ്മുടെ ഫാമിന്റെ പേര് ഒന്നും കൂടി പറഞ്ഞു. മായന്നൂർ മിൽക്ക്. മായന്നൂർ മിൽക്ക്. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു തൊഴുത്തുണ്ട്. നമ്മൾ ആദ്യ കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു പശു വളർത്തുമ്പോൾ ഇങ്ങനെ ഒരു തൊഴുത്താണ്, പഴയ സ്റ്റൈലിലുള്ള തൊഴുത്താണ്. അപ്പൊ ഈ തൊഴുത്ത് സ്റ്റാർട്ടിങ് മുതലുള്ളതാണോ? ഇത് സ്റ്റാർട്ടിങ് മുതലുള്ള തന്നെ. ഇവിടെ പശുക്കളെ വളർത്തിയിട്ടുണ്ടോ? ആദ്യം നമ്മൾ ഇതിലാണ് 4 പശു വന്ന സമയത്ത് ആദ്യം ഇതിലാക്കിയാണ് ആക്കിയിരുന്നത്. പിന്നെ നമ്മളിപ്പോ പുതിയ പശുക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ഇതിലാക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോകാറില്ല. ഓ, അങ്ങനെ പറഞ്ഞു. അതായത് പുതിയ പശുക്കളെ വാങ്ങുമ്പോ ഇവിടെ നിർത്തിയിട്ട് അവരെ തൈലേറിയല്ല 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് കൊണ്ടുപോകുന്നത്. മാറ്റുന്നത്. എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ചെക്ക് ചെയ്ത്. ചില പശുക്കൾക്ക് നാട്ടിൽ നിന്നല്ല പുറത്തുനിന്ന് കൊണ്ടുവന്നാണെങ്കിൽ നമ്മൾ 3 ആഴ്ചത്തോളം നമ്മൾ ഇതിൽ കിട്ടിയിട്ടാണ് നമ്മൾ ആ സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് മാറ്റുക. അപ്പൊ ഇവിടെ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റയാണ് നമ്മൾ കാണുക. അതിന്റെ രീതിയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ സൈലേജ് കൊടുക്കുന്നുണ്ട്, പിന്നെ ചോള അല്ലേ? ചോളത്തവിട്, പിന്നെ ചോളപ്പൊടി, പിന്നെ അതുപോലെ തന്നെ പെല്ലറ്റ്. ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഈ ഒരു തറയിൽ വെറുതെ ഇട്ട് കൊടുക്കുമല്ലേ? ഓക്കെ. അപ്പൊ പാത്രത്തിന്റെ ആവശ്യമില്ല. ഫാം തുടങ്ങിയപ്പോ മുതൽ ഇങ്ങനെയാണോ? അല്ലല്ല, അധികമായിട്ടില്ല. പുതിയ രീതിയിലാണ് നമ്മൾ ചെയ്തു തുടങ്ങണേ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നോണ്ടുള്ള നമുക്ക് എന്താണ് ബെനിഫിറ്റ് ശരിക്കും? ഇത് കംപ്ലീറ്റ് ഒരു ശകരമില്ലാണ്ട് തിന്നു കഴിയും ഇപ്പൊ തന്നെ. അതായത് വേസ്റ്റ് ആക്കൂല, വേസ്റ്റ് ആവില്ല. ഇത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഫുള്ളായിട്ട് നമ്മൾ വെള്ളം നിറച്ച് നിർത്തും. പിന്നെ ഒരു നാളെ നേരം വെളുക്കോളും വെള്ളം തന്നെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തീറ്റ കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വൈക്കോലിട്ട് കൊടുക്കും, കുറച്ച്, വളരെ കുറവ്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നിറച്ച് നിർത്തും. ശരിക്കും പറഞ്ഞാൽ ഇത് പശുക്കൾക്ക് നല്ല, അവര് ഫുഡ് വേസ്റ്റ് ആക്കൂല. അതോടൊപ്പം തന്നെ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പശുക്കൾക്ക് നമ്മൾ കണ്ട ആളുകൾ അത് വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് ഈ പശുക്കൾക്ക് വയറ് ഒരു 3 അറകളായിട്ടാണ് പോകുന്നത്. അപ്പൊ അതിൽ പഠിക്കുമ്പോൾ നമുക്ക് ഏകദേശം നമ്മളതിന്റെ ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞത് അവരിത് തിരിച്ച് റിട്ടേൺ അയവറക്കുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോഴാണ് ഇതിന് പാലുൽപാദനം കൂടുക. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഏകദേശം ഈ ഒരു ഐഡിയ മനസ്സിലായത്. ആദ്യം നമ്മള് ഇങ്ങനെ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്താറുണ്ട്. വെള്ളത്തിൽ മിക്സ് ചെയ്തപ്പോ എങ്ങനെയാ ചാണകം എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്? ഇങ്ങനെ ലൂസായിട്ടാണ്. ഇപ്പൊ ചാണകം കുറച്ച് എന്താ പറയാ ഉണങ്ങിയാണ് പോണത് അല്ലേ? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ ഇപ്പൊ ഇത് ഇടുന്നത് കാൽസ്യം അല്ലേ? കാൽസ്യം ഇങ്ങനെ പൊടി. മറ്റേതാകുമ്പോ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അതല്ലേ എന്തോരം കൊടുക്കും? ഇത് നമ്മളൊരു 50 ഗ്രാമാണ് കൊടുക്കുന്നത് ഒരു പശുവിന്. അതായത് പാലുൽപാദനം കൂടിയ പശുണ്ട്, ഒരു 20 ലിറ്റർ കിട്ടുന്ന പശുക്കളുണ്ട്. അവർക്ക് നമ്മൾ ലേശം കൂടുതൽ കൊടുക്കും, ഒരു 100 ഗ്രാമിന്റെ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സമയം ലാഭം തോന്നുന്നു. മാനേജ് ചെയ്യാൻ ഒരാളെ കൊണ്ട് ചെയ്യാൻ എളുപ്പമുള്ള കേസല്ല. ചേട്ടാ എന്താ ചോളമാവ് അല്ലേ? ഇതാണ് ചോളകപ്പൊടി, ഒറിജിനൽ ചോളകപ്പൊടിയാണ്. ഇത് കൊടുക്കുന്ന ഇതാണ് പാലിന്റെ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോ ടോട്ടൽ ഇപ്പൊ എത്ര ഐറ്റം ഉണ്ട് ചേട്ടാ ശരിക്കും പറയുന്നത്? ഇത് 4-5 ഐറ്റം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫാം തുടങ്ങിയപ്പോ മുതൽ ഇങ്ങനെയായിരുന്നു? അല്ല, നമ്മള് കുറെ പഠിച്ച് വരികയാണ്. ഇനിയും ഇതൊന്നും ചിലപ്പോ വ്യത്യാസങ്ങൾ വരും. അത് ചോളകത്തിന്റെ ഒറിജിനൽ പൊടിയാണ്. ഇതാണ് പശുക്കൾക്ക് കൊടുക്കുമ്പോൾ പാലിന്റെ കൊഴുപ്പ് കൂടുന്നത്. പാലിന്റെ കണ്ടന്റ് ഫാറ്റ് കൂടാൻ വേണ്ടിട്ടാണ് മാത്രം കൊടുക്കുന്നതാണ്. നല്ല പ്യുവർ ചോളകത്തിന്റെ പൊടിയാണ്. നമ്മൾ ആ കമ്പനിയിൽ പോയിട്ട് ഒറിജിനൽ ചോളകാണ് പൊടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് എവിടുന്ന് എടുക്കണേ? ഇത് നമ്മള് കാങ്കയം, തമിഴ്നാട് കാങ്കയത്ത് നിന്നാണ്. നമ്മൾ ആദ്യം പോയിട്ട് വണ്ടിയിൽ സപ്ലൈ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനോട് അനുസരിച്ച് എടുത്താറുന്നതാണിത്. ശരിക്കും പറഞ്ഞ ഈ ഡിഫറെന്റ് ആയിട്ട് തീറ്റ ഐറ്റംസ് എങ്ങനെയാണ് കണ്ടെത്തിയത്? ഇങ്ങനെ പശുക്കൾക്ക് കൊടുത്താൽ ഗുണമുണ്ടാവുമെന്ന് ചേട്ടൻ എങ്ങനെ അറിഞ്ഞു? അത് നമ്മൾ പല ആളുകളെ കാണുകയാണല്ലോ, ഒരുപാട് ആളുകളെ കണ്ട് ഇങ്ങനെ പഠിച്ചതാണ്. ഇനിയും മാറ്റം വരുത്തൂലേ? ഇനി മാറ്റം വരും. ഇനി നമ്മൾ ഇതിനേക്കായി നല്ലൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് മാറല്ലോ. ഇതൊരു ശകരം ഉണ്ടാവില്ല, കംപ്ലീറ്റ് തിന്നും. ഇനി പുതിയ രീതി നമ്മൾ ഫാമിലേക്ക് ചെയ്യുന്നുണ്ടല്ലേ? എന്തൊക്കെയാണ് ഭാവി പ്ലാൻ? നമ്മളാ കെട്ടിയിടാണ്ട് പരമാവധി നമ്മൾ മറ്റാ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇസ്രായേൽ രീതിയാണോ? അത് അവിടെ ഇങ്ങനെ അഴിച്ചിട്ട് വളർത്തല്ലോ. പിന്നെ പഞ്ചാബ് ആ സൈഡിലൊക്കെ പഞ്ചാബിലുള്ള ഒരു രീതിയാണ് നമ്മൾ ആ കണ്ടത്ത് ഉള്ള ആ ഒരു രീതി നോക്കുന്നുണ്ട്, നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് എത്രത്തോളം ആവും എന്നുള്ളത് അറിയില്ല. ഏകദേശം നമ്മളൊരു 2 മാസത്തിന്റെ ഉള്ളിൽ നമ്മൾ അതിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് വരുമ്പോൾ പശുക്കൾ ഇത്ര
ബോഡിയിൽ ചളിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പശുക്കളെ നമുക്ക് കുളിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. പശുക്കൾക്ക് വെച്ചാൽ അങ്ങനെ കുളിക്കുന്ന രീതി ഇഷ്ടല്ലേ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ പശുക്കൾ കുളിപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ചേട്ടാ, ഇവിടെ എത്ര കോഴികളുണ്ട്? ഇവിടെ ഏകദേശം 200ന്റെ മുകളിലുണ്ട് കോഴികള്. പക്ഷെ ഒക്കെ ഒരുവിധം നാടൻ കോഴിയാണ്. ഒരു 8-10 വേറെ ഇനത്തിൽ പെട്ടതുള്ളൂ. ഇവിടെ ഒരാൾ ഇവിടെ ഇപ്പൊ ഉണ്ട്. ഇത് നമ്മുടെ മുട്ടയ്ക്ക് വേണ്ടിയാണ് വളർത്തുന്നത് ശരിക്കും? അതെ, മുട്ട വളരെ കുറവാണ്. പിന്നെ ഒക്കെ നാടൻ കോഴികളാണ്. പിന്നെ ഈ പശുക്കളുടെ കൂടെ എന്താ ഇതിങ്ങനെ വളർത്തുന്നത്? ഇത് ഈ ചാണകപ്പൊടി ഒക്കെ ചിക്കി ചെയ്യാനായിട്ട് അതാണ് മെയിൻ ആയിട്ടുള്ളത്. അതെ അല്ലേ, അതുകൊണ്ട് പിന്നെ അതിന്റെ പുഴുവും കാര്യങ്ങളൊക്കെ കൊത്തി തിന്ന് അതുങ്ങൾക്ക് തീറ്റയാവും, ചാണകം അടങ്ങും. അതാണ് ഇവർക്ക് പ്രത്യേകിച്ച് വേറെ തീറ്റ കാര്യങ്ങളൊന്നും വേണ്ടേനും. പിന്നെ ഇവിടെ പാല് വാങ്ങുന്നവര് ഇതിന്റെ മുട്ട വാങ്ങിച്ചോണ്ട് കൊണ്ടുപോകും. ഇതിന്റെ മുട്ടയ്ക്ക് 12 രൂപ നമുക്ക് വിലയും കിട്ടും. അതെ അല്ലേ, ഓക്കെ. നാടൻ കോഴി ആയതുകൊണ്ട് പൂവനില്ലേന്ന്? പൂവുണ്ട്, പൂവൻ കുറവാണെന്ന് മാത്രം. കുറവാണ്. ഇതിപ്പോ എവിടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാണോ അത്? അല്ല, കോഴീനായിട്ട് തന്നെ മേടിച്ചതാണല്ലേ. ഓക്കെ. ഇവിടെ ഒരു കോഴി കുഞ്ഞുണ്ടല്ലോ, ഈ ഇടയ്ക്ക് വിരിഞ്ഞാണോ? അത് ഇവിടെ ഇരിക്കുന്നുണ്ട് കുറെ. അതെയോ? ഓക്കെ. ഇതൊരു കോഴി കൂടാണോ ഇത്? ഇതുങ്ങൾക്ക് വേണ്ടി ഇവിടെ ചാണകം കിട്ടോ. ഇത് ഈ കോഴികളെ അതിന്റെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വരില്ലേ. ഇനി വൈകുന്നേരം ആവണം ഇങ്ങോട്ട് വരണമെങ്കിൽ. അല്ല, പല ഭാഗത്തായിട്ട് നിൽക്കുക കാരണം കൊണ്ടാണ്. അപ്പൊ ചേട്ടന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. ചേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ നല്ല രീതിയിൽ ഇനി പശു വളർത്തി മുന്നോട്ട് പോട്ടെ. അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുവന്ന മായനൂർ മിൽക്ക് ഫാമിലെ കാഴ്ചകളാണ്. അപ്പൊ ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.